അതുകൊണ്ടല്ല ഈ തരീക്കത്ത് തെറ്റാണെന്ന് പറയാൻ കാരണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധികാരപ്പെടുത്തിയതനുസരിച്ച് ഞാനടക്കം സമസ്തയിലെ പ്രധാനപ്പെട്ട പല പണ്ഡിതന്മാരും ചേർന്ന് കക്കാട് ഫൈസിയുമായി നേരിട്ട് തന്നെ ഒന്നിലധികം പ്രാവശ്യം സംസാരിച്ചപ്പോൾ അവസാനമായി ചില കാര്യങ്ങളൊക്കെ തരീക്കത്തിൽ ശരീഅത്തിന് വിരുദ്ധമായും ഉണ്ടാവാം എന്ന് അദ്ദേഹം ഒഴിഞ്ഞു പറഞ്ഞിട്ടുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ശരീഅത്തിന് വിരുദ്ധമായ കാര്യം ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലായത് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ സംഘടിപ്പിക്കുന്ന സദസ്സുകളിൽ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഷെയ്ഖാണെന്ന് പറയപ്പെടുന്ന ഷെയ്ഖ് മുഖ്താറിൻ്റെ സദസ്സിലും സ്ത്രീകളുടെ കൈപിടിക്കലും ഉണ്ട് എന്നത് വളരെ വ്യക്തമായി സ്ഥിരപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ശരീഅത്തിന് വിരുദ്ധമാണെന്ന കാരണത്താൽ മാത്രമാണ് നാം അതിനെ എതിർത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടെ തരീഖത്ത് ആണെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഈജിപ്തിൽ പോയ കുറേ ആളുകളെ ഉസ്താദ് വിളിച്ച് വരുത്തി അവരെ വിചാരണ ചെയ്ത് അവർ ഇങ്ങനെ ഷെയ്ഖ് മുഖ്താർ ഈ അന്യ സ്ത്രീകളെ കൈപിടിച്ചു എന്ന് ഉസ്താദിന് മുമ്പിൽ സാക്ഷി പറഞ്ഞത് കൈ കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ? തികച്ചും ശരിയാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന പനാമ ഉമർ അടക്കമുള്ള ആളുകൾ എൻ്റെ സദസ്സിൽ 30-ലധികം ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് തന്നെ ഷെയ്ഖ് സ്ത്രീകളുടെ കൈ പിടിക്കാറുണ്ട് എന്നും അത് സ്വന്തം മകളെപ്പോലെയോ സഹോദരിയെപ്പോലെയോ കണക്കാക്കിയത് കൊണ്ടാണ് എന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് പറയുമ്പോൾ ടെലിഫോൺ തുറന്നു വെച്ച് കക്കാടിനെ അവർ അതേ സമയത്ത് തന്നെ കേൾപ്പിക്കുകയും കരിക്കട്ടവരിലിരുന്നു കൊണ്ട് കക്കാട് അത് ടാപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ പിടിക്കുന്നതിന് തടസ്സപ്പെടുത്താതെ ഇരുന്നിട്ടുള്ളതാണ്. ഇന്നും ആ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുനിന്ന ആളുകളോട് ചോദിച്ചാലും അവരുടെ ഭാര്യമാർ ഷെയ്ഖിൻ്റെ സന്നിധിയിൽ പോയപ്പോൾ കൈപിടിച്ചതായി അവർ നമുക്ക് വ്യക്തമായ മറുപടി നൽകുകയും ചെയ്യും. ഉസ്താദ് നേരിൽ തന്നെ വിളിച്ചിട്ട് പല ആളുകളോടും ഈ തരീഖത്തിൽ നിന്ന് മാറണം എന്ന് ഉപദേശിച്ചിട്ടില്ലേ? നേരിൽ ഒറ്റക്കൊറ്റായി വിളിച്ചിട്ടും ഉപദേശിച്ചിട്ടുണ്ട്, കൂട്ടമായിട്ടും ഉപദേശിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപദേശിക്കുന്നുമുണ്ട്. ഷെയ്ഖിനെ കാണാൻ വേണ്ടി പോകാൻ ഉസ്താദ് ടിക്കറ്റ് കൊടുത്തു നടക്കുന്നുണ്ട്. കക്കാട് ഫൈസി മർക്കസ് ആർട്സ് കോളേജിൽ ഒരു അധ്യാപകനായിരുന്ന കാലത്ത് അസ്ഹറിലേക്ക് 3 മാസത്തെ കോഴ്സിന് പലരെയും അയക്കുമ്പോൾ കക്കാട് ഫൈസിയും ആ കോഴ്സിന് പോകാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ അദ്ദേഹത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ കോഴ്സിന് പോകുന്ന മുഴുവൻ ആളുകൾക്കും ടിക്കറ്റിൻ്റെ പൈസ മർക്കസാണ് കൊടുത്തിട്ടുള്ളത് എന്ന നിലക്ക് അദ്ദേഹത്തിനും കൊടുത്തിട്ടുണ്ടാവാം. നിങ്ങളെ ഷെയ്ഖിനെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല എന്ന് ഉസ്താദ് അയാളോട് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ട്. ശരിയാണ്? അത് അദ്ദേഹം ഈ തരീഖത്ത് ആരംഭിച്ച സമയം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഷെയ്ഖിനെ സംബന്ധിച്ച് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒറ്റക്ക് അഭിപ്രായം പറയേണ്ടതില്ലല്ലോ, നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ മതിയല്ലോ, അതുകൊണ്ട് നമുക്ക് ഒന്നായി ഇരിക്കാം എന്ന് പറയുകയും ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റ് പണ്ഡിതന്മാരും കൂടി ഇരുന്ന് വ്യക്തമായതിൻ്റെ ശേഷമാണ് ഞങ്ങൾ അദ്ദേഹത്തിന് തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാകുന്നതിന് മുമ്പ് തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ഞങ്ങൾ മുമ്പ് അദ്ദേഹത്തിനെ കേട്ടിട്ട് പോലുമില്ലല്ലോ. അപ്പോൾ കേൾക്കാത്ത ഒരാളെ പുതുതായി കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് തെറ്റുണ്ടോ ഇല്ലേ എന്ന് പറയാൻ നമുക്ക് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തതിൻ്റെ ശേഷം നമുക്ക് അത് തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ ഷെയ്ഖിനെ അംഗീകരിച്ചു എന്ന് അതിന് അർത്ഥമില്ല. പിന്നീട്
കക്കാടുമായി ചർച്ച ചെയ്തു എന്ന് മാത്രമല്ല, ഈജിപ്തിലെ പല പണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും മാത്രമല്ല അവർ നിർമ്മിച്ച ചില ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് അതിൽ സുന്നത്ത് ജമാഅത്തിനെതിരായ വിശ്വാസമുള്ളതായി ഈജിപ്തിലെ പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തുകയും പത്രത്തിൽ അൽ അഹ്റാം എന്ന പത്രത്തിലും മറ്റ് പത്രത്തിലും പ്രസിദ്ധീകരിച്ചിട്ടും ഉണ്ട്. അതിൽ തഹദീറുൽ അസ്ഹർ ഹദ്ദറൽ അസ്ഹർ അനി തരീഖത്തിൽ ബുർഹാനിയ എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വന്നിട്ടുണ്ട്. ഈ ബുർഹാനിയ തരീഖത്ത് എന്നാണ് അവിടെ അതിന് പറയുന്നത്. ബുർഹാനിയ എന്നും ബുർഹാമിയ എന്നും രണ്ട് പേരുണ്ട്. അത് ഇവർ കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അനന്തരാവകാശമായി ആർക്കാണ് ഈ തരീഖത്ത് കിട്ടേണ്ടത് എന്ന തർക്കം കോടതിയിൽ വരികയും അങ്ങനെ കോടതി ഒരു തീരുമാനം, ഒരാൾ ബുർഹാനിയ എന്ന് വെച്ചോളൂ, ഒരാൾ ബുർഹാമിയ എന്ന് വെച്ചോളൂ, എന്നാൽ പിന്നെ രണ്ട് കൂട്ടർക്കും തരീഖത്ത് രണ്ട് കഷ്ടവുമായിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പേരുണ്ട്. ആ പേരിനെ സംബന്ധിച്ചും അതിൻ്റെ ആളുകളെ സംബന്ധിച്ചുമെല്ലാം ഈജിപ്തിലെ പത്രങ്ങൾ വളരെ വ്യക്തമായി പ്രസിദ്ധീകരിച്ചിട്ടും ഉണ്ട്. സമസ്തകളുമായി വ്യാജ തരീഖത്തുകളെ സംബന്ധിച്ച് തീരുമാനിക്കുമ്പോൾ ആ തരീഖത്തിന്റെ ഷെയ്ഖിനെ പോയി കാണുക എന്നുള്ള ഒരു പതിവുണ്ട്. അത് ഈ കാലം അത്രയും ഉണ്ടായിട്ടില്ല. ഇവിടെ പല കള്ള തരീഖത്തുകാരെ സംബന്ധിച്ചും അബു സഅദാത്ത് അഹമ്മദ് ഷാലിയാത്തി, അതുപോലെ ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹും അവരുടെ കാലഘട്ടത്തിലും അതിനുശേഷവും ഇവിടെ പ്രത്യക്ഷപ്പെട്ട പല കള്ള തരീഖത്തുകാരെ സംബന്ധിച്ചും സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു ഷെയ്ഖിനെയും പോയി കണ്ടിട്ടില്ല. ആ ഷെയ്ഖിൻ്റെ നിയമാവലിയും അവർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചിട്ടകളും പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ തീരുമാനമെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇപ്പോഴും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഓരോ കള്ള ശരീക്കത്തുകാരും ഷെയ്ഖന്മാരും വരുമ്പോൾ അവരെ കാണാൻ പോകാമെന്ന് പറഞ്ഞാൽ സമസ്തക്ക് വേറെ വല്ല പണിയുണ്ടോ? സമസ്തക്ക് ഇവരെ കാണാൻ പോകണ പണിയല്ലേ ഉണ്ടാവുള്ളൂ. അതായത് മുമ്പും കുണ്ടോട്ടിയൊക്കെയുള്ള പഴയ ആളുകളും അങ്ങനെ തന്നെയല്ലേ ചെയ്തത്? അതെ, കൊണ്ടോട്ടി, അതുപോലെ കൊരുവില്, ചോറ്റൂര്, പിന്നെ അങ്ങനെ തുടങ്ങിയ പല തരീക്കത്തുകളും ഇവിടെ പിഴച്ച തരീക്കത്തുകളായി വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെയും ഇപ്പം ഇയാൾ ദസൂക്കി പേര് പറയുന്നത് പോലെ തന്നെ അന്ന് അവരെല്ലാം ഖാദിരിയ തരീക്കത്ത് എന്നും നക്ഷബന്ദിയ തരീക്കത്ത് എന്നും പേര് പറഞ്ഞിട്ടേ അവർ വന്നിട്ടുള്ളൂ. അത് പറയാതെ അവർക്ക് ഇവിടെ ചിലവാകില്ല എന്ന് അവർക്കറിയാം. ഒരു പുതിയ കക്കാടിയ തരീക്കത്ത് എന്ന് പറഞ്ഞാൽ ചിലവാകില്ലല്ലോ. സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ വരുത്താൻ വേണ്ടി അവരുടെ പ്രസംഗത്തിൽ കുറെ വാചകങ്ങൾ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചത്. അത് സംഘടനയ്ക്ക് വേണ്ടി അങ്ങനെയും വ്യക്തിപരമായിട്ട് ഇങ്ങനെയുമാണ് ഞാൻ പറയുന്നതെങ്കിൽ എൻ്റെ വാക്ക് അയാൾക്കും സ്വീകരിക്കാൻ പറ്റൂലല്ലോ. ഞാൻ ഉള്ളിലൊന്നും പുറത്തൊന്നും കാണിക്കുന്ന ഒരു ആളാണെങ്കിൽ എൻ്റെ വാക്കിനെ അയാളും ദലീലായിട്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അതൊരിക്കലും ഒരു മോമിന് ചോദിച്ചതല്ലാന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ അതാണ്. അപ്പോൾ ഈ കക്കാടിൻ്റെ ഷെയ്ഖ് അന്യസ്ത്രീകളെ കൈപിടിച്ചു എന്ന് ഉസ്താദ് പറഞ്ഞല്ലോ. അപ്പോൾ മൈദിനി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ AP ഉസ്താദിനെ വളരെ ബഹുമാനിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് കക്കാടിൻ്റെ വാക്ക് കേട്ടിട്ട് അദ്ദേഹം വിശ്വസിച്ചു പോയതാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ അന്യ പെണ്ണുങ്ങളെ കൈപിടിച്ചിട്ട് ബൈഅത്ത് ചെയ്യുന്നു എന്ന് പച്ച കള്ളം പറയാണ്. അങ്ങനെ ഞാൻ കക്കാടിനോട് ചോദിച്ചു നോക്കുമ്പോൾ അങ്ങനെ അന്യപെണ്ണിന്റെ കൈപിടിച്ചിട്ട് ബൈഅത്ത് ചെയ്യുന്ന ഒരു പരിപാടിയില്ല എന്ന് കക്കാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കളവിന്റെ ഘോഷയാത്ര നടത്തുകയാണ് നമ്മളെ ആളുകൾ, നമ്മളെ ആലിമീങ്ങൾ എന്നാണ് മൈദിനി പറയുന്നത്. എന്നാൽ വാസ്തവത്തിൽ അവിടെ ഒരു തട്ടിപ്പുണ്ട്. അത് ഈ മൈദിനിക്ക് മനസ്സിലായില്ല. ഈ കള്ള ഷെയ്ഖ്മാര് ബൈഅത്ത് ചെയ്യുമ്പോൾ കൈപിടിക്കുന്നത് ഭയങ്കര തിരക്കുള്ള ഷെയ്ഖന്മാരാണ്, പിടിക്കുവാൻ തിരക്കുള്ള ഷെയ്ഖന്മാർ. അതേ സമയത്ത് ഈ കള്ള ഷെയ്ഖന്മാരെ കൂട്ടത്തിൽ ചിലര് അന്യപെണ്ണുങ്ങളെ കൈപിടിക്കുന്നത് ബൈഅത്ത് ചെയ്തതിന്റെ ശേഷമാണ്. അതെന്താ കാരണം ചോദിച്ചാൽ,
അവരെ വാദപ്രകാരം ബൈഅത്ത് ചെയ്താൽ ഷെയ്ഖ് ബാപ്പിയായി ഈ ബൈഅത്ത്